ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പേപ്പർ ക്യാൻഡി ഫസ്റ്റ് തന്നെ നമ്മളത് മടക്കി കൊടുത്തു. എനിക്ക് പശില്ലാത്തതുകൊണ്ട് ഡബിൾ ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഭാഗത്തൊന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മടക്കി, എന്നിട്ട് നമ്മൾ ഒരു മടക്കും കൂടി മടക്കുന്നുണ്ട് കേട്ടോ. ആ മടക്കുന്ന നേരത്തെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഇപ്രാവശ്യത്തെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മടക്കി കൊടുത്തു. രണ്ട് ഭാഗത്തും അങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കഴിയുന്നൊരു പേപ്പർ എടുത്താൽ മതി. പിന്നെ അത് രണ്ട് ഭാഗത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. A4 ഷീറ്റ് എടുക്കണമായിരിക്കും നന്നാവുക. ഞാൻ അപ്പം ഈ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിടർത്തി വെക്കുമ്പോൾ അത് മിഠായിൻ്റെ ഒരു നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കിട്ടും കേട്ടോ. അതങ്ങനെ എടുത്തിട്ട് നമ്മൾ വിടർത്തി വെക്കാനാണ്, നമ്മൾ ആയിക്കണോ നോക്കാനാണ് വിടർത്തി വെക്കുന്നത്. നമ്മളത് ഒന്ന് നേരിക്കൊരു പാശമൊന്നും വേണ്ട കേട്ടോ, നേർക്കൊന്ന് വെക്കുക. നമ്മൾ നേർക്കൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളേക്കുള്ള ഏതെങ്കിലും ഒരു കയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കെട്ടിക്കൊടുക്കാം. അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി പറയാണ്, സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഗിവ് അവേ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ. അപ്പം നമ്മൾ കയർ കെട്ടിക്കൊടുക്കുക. രണ്ട് കയറെടുക്കണം, രണ്ട് ഭാഗത്തും കെട്ടിക്കൊടുക്കാൻ. പിന്നെ ഇതിൽ ഏറ്റവും ചളായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാൻഡി നേർക്ക് വെക്കാനൊന്നും മറന്നുപോയി. അതുകൊണ്ട് ഞാൻ കെട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഒന്ന് ലെവലാക്കിയെടുത്തത്. ആവേശത്തിലായി ചെയ്യാൻ മറന്നുപോയതാണ്. നല്ല കുഴപ്പമില്ല, നല്ല ഭംഗിയായി കിട്ടിയില്ലേ, അത് മതി ഗൈസ്. അങ്ങനെ അവൾ കെട്ടി കഴിഞ്ഞ ശേഷം ഒന്ന് നേരാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ചളായത്. നല്ല കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ. ബൈ ബൈ.